പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയിലെ സുരക്ഷാ വീഴ്ചയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ ക്ലിഫ് ഹൗസ് മാർച്ച് CPM കോഴിഫാം എന്ന ബാനർ ഉയർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. സനിസ ശോഭാചന്ദ്രൻ ചേരുന്നു. സനിസ, പിരിഞ്ഞു പോയില്ലേ പ്രതിഷേധക്കാർ? നിഷാദ്, ഇവിടെ സംഘർഷം തുടരുകയാണ്. ഇപ്പോൾ പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ കയ്യേറ്റം നടന്നു. തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ ഇവിടുന്ന് പിരിഞ്ഞു പോയില്ല. തുടർന്നും പ്രതിഷേധം തുടരുകയാണ്. ശക്തമായി തന്നെ ഇവിടെ പ്രതിഷേധം തുടരുകയാണ്. രാജിവെക്കുക, ഈ CPM ഇത്തരത്തിൽ ഒരു കോഴി ഫാമാണെന്നും CPM ആദ്യം രാജിവെക്കണം, എന്നിട്ട് വേണം കോൺഗ്രസിനെ വിമർശിക്കാൻ എന്ന തരത്തിലുള്ള മുദ്രാവാക്യമാണ് ഇവിടെ മുഴങ്ങുന്നത്. വീണ്ടും പ്രതിഷേധം തുടരുകയാണ് ഇവിടെ. ഇപ്പോൾ പോലീസുമായി വാക്കേറ്റവും അതുപോലെ തന്നെ കയ്യാങ്കളിയും ഒക്കെ ഉണ്ടായി. തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. CPM സർക്കാർ, LDF സർക്കാർ ഇത്തരത്തിൽ ഒരു കോഴി ഫാമാണ് നടത്തുന്നത്. എന്ത് യോഗ്യതയാണ് കോൺഗ്രസിനെ ഇത്തരത്തിൽ കോൺഗ്രസ് MLAയോട് രാജിവെക്കാൻ പറയാൻ എന്ത് യോഗ്യതയാണ് LDF സർക്കാരിനുള്ളത് എന്ന തരത്തിലാണ് ഇവിടെ മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നത്. ഇപ്പോൾ ബാരിക്കേഡ് മറച്ചിടാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. പ്രവർത്തകർ ഒന്നടങ്കം ബാരിക്കേഡ് മറച്ചിടാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. ഉടനടി ഒരു ജലപീരങ്കി കൂടെ പ്രയോഗിക്കാനുള്ള സാധ്യതകളുണ്ട്. ബാരിക്കേഡ് മറിച്ച് അതേ രണ്ടാം വട്ടവും ജലപീരങ്കി പ്രയോഗിക്കുകയാണ് നിഷാദ്. പ്രവർത്തകർ നിന്ന് നനയുകയാണ്. പ്രതിഷേധം തീരുന്നില്ല, പ്രതിഷേധിച്ചു കൊണ്ടേയിരിക്കുകയാണ്. രണ്ടാം ഘട്ടമായിട്ട് വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്നു. പ്രതിഷേധക്കാർ അവിടെ നിന്ന് മാറാതെ വീണ്ടും പ്രതിഷേധം തുടരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ഇവിടെ നിന്ന് മാറാനോ അല്ലെങ്കിൽ പ്രതിഷേധം നിർത്താനോ ഇവർ ഉദ്ദേശിക്കുന്നില്ല. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇവിടെ പ്രതിഷേധിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഈ ജലപീരങ്കി നിന്നതിന് ശേഷം വീണ്ടും ബാരിക്കേഡിലേക്ക് ഇവർ ബാരിക്കേഡ് മറച്ചിടാനുള്ള ശ്രമങ്ങൾ തുടരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ദൃശ്യങ്ങളിലൂടെയൊക്കെ കാണാം. പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. രാഷ്ട്രീയമായിട്ട് ഈ ഒരു വിഷയത്തെ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കടുത്ത നടപടിയായിരിക്കും. കടുത്ത പ്രതിഷേധവും അതുപോലെ തന്നെ BJP അടങ്ങുന്ന സംഘടനകളെ VD സതീശന്റെ പ്രസ് മീറ്റിൽ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്, വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു വിഷയത്തെ, ഈ ഒരു വിവാദത്തെ രാഷ്ട്രീയപരമായിട്ട് എടുക്കുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് അടങ്ങിയിരിക്കില്ല. തങ്ങൾ ഏതു വിധേനയും ഇതിനെ ചെറുത്തു തോൽപ്പിക്കും, അതിനുള്ള ശക്തി യൂത്ത് കോൺഗ്രസിന് ഉണ്ട് എന്ന് നേരത്തെ നേതാക്കൾ പ്രതികരിച്ചിരുന്നു. ഇവർ ഇവിടെ പ്രതിഷേധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മൂന്നാം ഘട്ടമായിട്ടുള്ള ജലപീരങ്കിക്കുള്ള സാധ്യതയാണുള്ളത്. കാരണം പ്രവർത്തകർ ബാരിക്കേഡിന് മുന്നിൽ തന്നെ തുടരുകയാണ്. ഈ ജലപീരങ്കിയിൽ അവർ പതിച്ച പോസ്റ്ററുകളൊക്കെ വെള്ളത്തിലായിട്ട് നശിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ഈ പ്രതിഷേധക്കാരുടെ, ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഈ ഒരു പ്രതിഷേധത്തിന് മാത്രം ഒരു മാറ്റവുമില്ല. അവർ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് നിഷാദ്.